പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾ നിലവിളിക്കുന്നത് ഒരുപക്ഷെ മറ്റ് ചിലർക്ക് ഇറിറ്റേഷൻ തോന്നിയാലും ദൈവത്തിനതൊരു പ്രയാസകരമായ കാര്യമല്ല. സ്വർഗത്തിലെ ആ നിലവിളിയുടെ മധ്യത്തിൽ തൻ്റെ മഹത്വവും മാന്യതയും അനുഗ്രഹവും നമ്മുടെ മെച്ചൊരിഞ്ഞു തരും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു പ്രഭാതം കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായിട്ട് നിങ്ങളോട് ഒപ്പമായിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ റിസൾട്ടുകൾ കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്നലകളിൽ ഈ മെസ്സേജുകളോട് നിങ്ങൾ കാണിച്ച എല്ലാ നല്ല സഹകരണങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഭർത്തിയുമായി യേശുവിൻ്റെ സന്നിധി നിലവിളിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. അപ്പോൾ അവൻ യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. 2 പദങ്ങൾ. 1 നിലവിളിച്ചു, 2 ഏറ്റവും അധികം നിലവിളിച്ചു. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ദൈവവൈദ്യൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിലാണ് സ്വർഗം തുറക്കുന്നത്. നിന്റെ കണ്ണുനീര് സ്വർഗത്തെ തുറക്കാനുള്ള താക്കോലാണെന്ന് ദൈവവൈദ്യരെ മനസ്സിലാക്കാൻ കഴിയുന്നു. എപ്പോഴാണ് നമ്മൾ കരയുന്നത്? ഒന്നുകിൽ മനസ്സിനൊരു മുറിവുണ്ടാകുമ്പോഴാണ് കരയുന്നത്. വാക്കുകൾ നിമിത്തം മുറിവേൽക്കാം, പ്രവർത്തികൾ നിമിത്തം മുറിവേൽക്കാം. 2 ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിസ്സഹായരാകുമ്പോഴാണ് നിലവിളിക്കുന്നത്. ആമേൻ. ഇവിടെ ബ്ലൈൻഡ് എന്നുള്ള ഒരു വിഷയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണ് കാണാത്തൊരവസ്ഥ. അയ്യോ എന്ന് വെച്ചാൽ ഒരാളുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ വരുന്നവർക്കേ പ്രയാസം അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. യെസ്, ഹല്ലേലൂയ. എവിടെ നോക്കിയേ ഭർത്തിമായി അവന് മനസ്സിലായി യേശുവാ പോകുന്നത്. യേശുവിന് എന്തും ചെയ്യാനായിട്ട് കഴിയും. യേശുവിൻ്റെ മുമ്പിൽ അസാധ്യമെന്ന് പറയുന്നൊരു കാര്യമില്ല. എൻ്റെ വിഷയത്തിനകത്ത് യേശുവിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭർത്തിമായി അവനെ കൊണ്ട് കഴിയുന്നൊരു കാര്യം ചെയ്തു. നിലവിളിച്ചു. ചെറിയ രീതിയിലായിരിക്കാം നിലവിളിച്ചത്. പക്ഷേ യേശുവിൻ്റെ മുന്നേ കയറി നടക്കുന്ന എല്ലാവരുണ്ട് കേട്ടോ. യേശുവിൻ്റെ നടക്കുന്ന എല്ലാവരും അവരുടെ മിണ്ടാരിടാ, എൻ്റെ ശബ്ദമൊന്നും ഇവിടെ കേൾക്കരുത്. അങ്ങനെ ഈ കാലഘട്ടത്തിലുണ്ട് കേട്ടോ. എൻ്റെ ആരാധന കുറച്ച് മതി, കൂടുതലൊന്നും വലിയ കൈയൊന്നും അടിക്കണ്ട, വലിയ ബഹളമൊന്നും വെക്കണ്ട, വലിയ ആരാധനയൊന്നും വേണ്ട. നിങ്ങൾ നോക്കി ആരെങ്കിലും പറയുന്നെങ്കിൽ തിരിച്ചവരോട് പ്രതികരിക്കാനൊന്നും പോകണ്ട. ഏറ്റവും അധികം നിലവിളിച്ചാൽ മതി, കുറച്ചുകൂടെ ഒന്ന് ആത്മാവ് കൈയടിച്ചാൽ മതി. കാരണം പിന്നെ നിനക്ക് അവിടെ അല്ല പൊസിഷൻ. നീ പിന്നെ യാത്രയിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ പോവാ. യേശു ഏറ്റവും അധികം നിലവിളിച്ചപ്പോൾ യേശു നിന്നിട്ട് പറയാം, അവനെ വിളിക്കാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? മിണ്ടാതിരിയടാന്ന് പറഞ്ഞവരോടാ പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് പറയാ, ഗുരു വിളിക്കുന്നുണ്ട്. അവൻ തന്നെ പുതപ്പിട്ടുകൊണ്ടാ പ്രിയരെ. ആ പുതപ്പ് അവന് ഒരു ലൈസൻസാ. എവിടെ ചെന്നാലും അവന് ശിക്ഷ യാചിക്കുന്നതിലുള്ള ലൈസൻസാ. അതവൻ അങ്ങ് ഇടുക. സൗഖ്യം കിട്ടിയോ? ഇപ്പോൾ ഇവിടെ വിഷയം സൗഖ്യം കിട്ടിയില്ല, പക്ഷെ പുതപ്പിട്ടു. എന്ന് വെച്ചാൽ എൻ്റെ നിങ്ങളുടെയും മാനുഷികമായ ചില ആശ്രയങ്ങൾ ദൈവസന്നിധിയിൽ ഇടാൻ തയ്യാറായാൽ നിലനിൽക്കുന്ന ശാശ്വതമായ ചില അനുഗ്രഹങ്ങളുടെ ഉറവകൾ തരാൻ മാത്രമല്ല, യേശുവിനോടൊപ്പം അവനെ അനുഗമിക്കാനും കൂടെ കർത്താവ് അത് മുഖാന്തരമാക്കാൻ പോകും. ഒരു പക്ഷേ അവൻ ആ പുതപ്പ് അവൻ്റെ കയ്യിൽ ആമൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും അവിടെ പോയി അവൻ ഇരക്കാനുള്ളൊരു പ്രവണത വന്നേനെ. പക്ഷെ അവൻ അതിട്ട് കളഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കാനുള്ള ഒരു പ്രവണത അവനുണ്ടായത്. 12-ാമത്തെ ഏർക്കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന എലീശായുടെ മേൽ ഒരു പുതപ്പ് വീണപ്പോൾ അവൻ ചെയ്തത് ആ കാളയെ വെട്ടി ആ മരക്കോപ്പ് കൊണ്ട് പാകം ചെയ്ത് അവിടെ കൂടിയിരുന്നവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവനും കഴിച്ചിട്ട് ഏലിയാവിൻ്റെ പുറകെ പുറപ്പെടുക. പ്രിയ ദൈവത്തിലെ പിശാച് വാദിക്കുന്നതോ അവകാശം പറയുന്നതോ ആയ ഒന്നും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഏറ്റവും അധികം നിലവിളിച്ചപ്പോൾ ഭർത്തിമാരുടെ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ സ്വർഗം തുറക്കുന്ന താക്കോലൊന്ന് ഉപയോഗിക്കാമോ? ഹൃദയംഗമായിട്ടൊന്ന് ഉപയോഗിക്കാമോ? ഈ പ്രവൃത്തി കാണാൻ കഴിയും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ശാന്തമായിട്ട് ഞങ്ങളോടങ്ങ് സംസാരിച്ചല്ലോ, വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. ഈ ദൂതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ സന്നിധി നിലവിളിക്കാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഞങ്ങളുടെ ജനമാകുന്ന ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊന്നും ഞങ്ങളുടെ സാന്നിധ്യത്തോട് അടുക്കുന്നതിന് ഞങ്ങൾ
നിരുത്സാഹപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.